Hi everyone, welcome to Adila Accounts. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെന്റേജിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡിഫറെന്റ് ടൈപ്സുമാണ്. So let's move on to our first type. See, the ratio of salaries of Anu and Kiran is 5:4. By what percentage is Anu's salary more than the Kiran's salary? നമ്മൾ previously നമ്മുടെ ബേസിക്സ് എല്ലാം കവർ ചെയ്തിരുന്നു പെർസെന്റേജിന്റെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അനുവിന്റെയും കിരണിന്റെയും സാലറിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 5:4. ഓക്കെ, ബൈ വാട്ട് പെർസെന്റേജസ് അനു സാലറി മോർ ദാൻ കിരൺ സാലറി ആണ്. അപ്പൊ അനുവിന്റെ സാലറി എത്രയാണ് കൂടുതൽ? 1 യൂണിറ്റ് ആണ് കൂടുതൽ. നമ്മൾ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? അനു സാലറി ഈസ് മോർ ദാൻ കിരൺ സാലറി. കിരണിന്റെ സാലറി ആയിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ 1/4 into 100 which is equal to 25% എന്ന് വരും. Got it? See the next one. Ashok's salary is 20% less than Balu's salary. അപ്പോൾ 20% എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷനിൽ എങ്ങനെ പഠിച്ചിരുന്നു? 1/5 ആണെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അശോകിന്റെ സാലറി ബാലുവിന്റെ സാലറി കമ്പയർ ചെയ്യുമ്പോൾ ബാലുവിന്റെ സാലറി 5 യൂണിറ്റ് ആണെങ്കിൽ ലെസ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ന്യൂമറേറ്റർ വാല്യൂ ലെസ് എന്ന് മൈനസ് ചെയ്യുക, 1 യൂണിറ്റ് കുറവായിരിക്കും. സോ 4 എന്ന് വരും. ഓക്കെ, then how much percentage Balu salary more than Ashok's salary? ഇവിടെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? അശോകുമായിട്ടാണ്. എത്ര യൂണിറ്റ് ആണ് കൂടുതൽ? 1 യൂണിറ്റ്. 1/4 into 100. ഓക്കെ, how much percentage Bala salary more than Ashok salary എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാ വരിക? 1/4 into 100 which is equal to 25% എന്ന് വരും. Got it? ഇനി അടുത്തത് see, Devi's income is 25% more than Ridhu's income. അപ്പോൾ ഋതുവിന്റെ ഇൻകം എന്ന് പറയുന്നത് 25%നെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് ആക്കുമ്പോൾ 1/4 വരും. ഋതുവിന്റെ ഇൻകം 4 ആണെങ്കിൽ രവിയുടെ ഇൻകം എന്ന് പറയുന്നത് 5 യൂണിറ്റ് അല്ലേ വരുന്നത്. ഇനി എന്താ? ഋതു's salary is what percentage less than Ravi's income? അപ്പോൾ ഋതുവിന്റെ സാലറി രവിയുടെ ഇൻകത്തിനേക്കാളും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? രവി ആയിട്ടാണ്. സോ 1/5 into 100 which is equal to 20%. അതായത് ഒരു ഫോർമുല രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിവൈഡഡ് ബൈ ആരുടെ ഫ്രം ദ ഒറിജിനൽ ഇൻറ്റു 100 എന്നാണ് പറയാം. ഫോർമുല ഒന്നും പഠിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് നമുക്ക് കൺസെപ്റ്റ് അറിയാം. ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നു മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്പ് നോക്കാം. ടൈപ്പ് 2 നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 40% of a number is equal to 50% of another number. Find the ratio of first number to the second number ആണ്. So 40% of the number, അപ്പോൾ first number b x എടുത്തു, is equal to the 50% of another number. So another number b y എടുത്തു. So 100 cancel ആയി, 0 പോയി. So എത്രയായിരിക്കും? 10 പോയാൽ 4ഉം 5ഉം ആണ്. So x/y equal to 5/4 എന്ന് വരും. Got it? ഇനി അടുത്ത ടൈപ്പ് ഇതേ ടൈപ്പിൽ തന്നെ റാൻഡം ഡിഫറെന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ 1/5 of 2/5 of a number is 32. 1/5 of 2/5 of a number is 32. Find the 20% of that number. See, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. So x is equal to 16 into 5 into 5. 20% means it also will be equal to 1/5 ആണ്. Again ഒരു 5 ഉണ്ട് അല്ലേ? So 16 into 25 which will be equal to 400 എന്ന് വരും. Got it? ഇനി അടുത്തത് 30% of a number is added to another number. So 0.3x അല്ലേ 30% എന്ന് പറയാം. Of a number പറയുമ്പോൾ ഞാൻ ആ നമ്പറിനെ x ആയിട്ട് എടുത്തു. Is added to another number പറയുമ്പോൾ plus y another number. Okay, then the second number is then increased by 25%. അപ്പോൾ ആ നമ്പർ y ആയിരുന്നു. y ഇപ്പോൾ എത്രയായി? 1.25 y ആയി. Got it? So 0.3x is equal to എത്രയാണെന്ന് വരും നമുക്ക്? 0.25y. കാരണം y minus 1.25 minus 1 y പറഞ്ഞാൽ 1 ആണെന്ന് അർത്ഥം. ഓക്കെ, so x/y equal to 0.25 divided by 0.3 that equal to 5/6 എന്ന് വരും. Got it? അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ഡിസ്കസ് ചെയ്യാം. Based on the successive percentage. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If a person's salary is first increased by 10%, then increased by 20%, what is the overall percentage change? See, this is one of the important subtopic under the percentage.
മാത്രമല്ല സിംപ്ലി ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ മിക്സർ ആൻഡ് അലിഗേഷൻ, പിന്നെ DI സെക്ഷൻസിലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യം ഞാൻ ഇതിന്റെ നോർമൽ മെത്തേഡ് പറഞ്ഞു തരാം. ഓക്കെ, അതായത് ഒരു പേഴ്സന്റെ സാലറി നമുക്ക് എത്രയാണെന്ന് അറിയില്ല. സോ ലെറ്റ് ദ സാലറി ഓഫ് ദാറ്റ് പേഴ്സൺ ബി 100 യൂണിറ്റ് എടുത്തു. ഓക്കെ, ദെൻ ഇറ്റ് ഹസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 20%. സോ ഇൻക്രീസ്ഡ് സാലറി എന്ന് പറയുന്നത് 120 ആയിരിക്കും. അതായത് 100ന്റെ 20% കൂടെ 100 ആഡ് ചെയ്തു, 120 യൂണിറ്റ് ആണ്. Then what is the overall percentage? See, ഇത് 120 അല്ല, ഫസ്റ്റ് 10% ആയി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത് 110 ആണ്, 10% എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് സെക്കൻഡ് ഇൻക്രീസ് ഇൻ ദ സാലറി എന്ന് പറയുന്നത് ഇതിന്റെ 20% ആണ്. സോ 110 into 20/100 എന്ന് പറയുന്നത് നമുക്ക് എത്ര വരും? 22 എന്ന് വരും. ഓക്കെ, ഈ 22 110ന്റെ കൂടെ കൂട്ടിയാൽ 132 എന്ന് വരും. സോ വാട്ട് ഈസ് ദ ഓവറോൾ പെർസെന്റേജ് ചേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് 100 ആണ്, നൗ ഇപ്പൊ എത്രയാണ്? 132 ആണ്. സോ ഇൻക്രീസ് എന്ന് പറയുന്നത് 30 യൂണിറ്റ്. ഓക്കെ, ഇത് 32 എന്ന് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റില്ല, നമുക്ക് പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫ്രം ദ ഒറിജിനൽ വാല്യൂ കൂടെ കൺസിഡർ ചെയ്യണം. സോ 32 divided by 100 into 100 which is equal to 32% എന്ന് കിട്ടും. Got it? അപ്പോൾ ഇതല്ലാതെ നമുക്ക് എങ്ങനെയാണ് സക്സസീവ് പെർസെന്റേജിൽ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന 2%, ഫസ്റ്റ് പെർസെന്റേജിൽ നമ്മൾ A ആയിട്ട് കൺസിഡർ ചെയ്തു. ലെറ്റ് A be 10% എടുത്തു ആൻഡ് B equal to 20% എടുത്തു. Got it? എന്നിട്ട് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? A plus B plus AB by 100 which is equal to 10 plus 20 plus 10 into 20 by 100. 10 plus 20 എന്ന് പറയുമ്പോൾ 30, 30 plus 10 into 20 by 100 which is equal to 32% എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സക്സസീവ് റേറ്റ് പെർസെന്റേജ്. ഓക്കെ, A plus B plus AB by 100. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. If a person's salary is first increased by 15% and then decreased by 25%, what is the overall percentage change in the salary? അപ്പോൾ ഒരാളുടെ സാലറി ആദ്യം 15% ഇൻക്രീസ് ചെയ്തു, then it is being decreased. അവിടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ സൈമൾട്ടേനിയസ്ലി ഇൻക്രീസ് ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ പക്ഷെ ഇവിടെ എന്താ, ഒന്ന് ഇൻക്രീസും ഒന്ന് ഡിക്രീസും ആണ്. അപ്പോൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് A plus B minus AB by 100 ആണ്. ആദ്യം ഒരാൾ ഇൻക്രീസ് ചെയ്തു, then ഡിക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ എത്രയായിരിക്കും വരിക? 15 plus 25 minus 15 into 25 by 100. A വാല്യൂ ആദ്യം ഇൻക്രീസ് ചെയ്തത് കൺസിഡർ ചെയ്യാം, B വാല്യൂ 25% സെക്കൻഡ് ഡിക്രീസ് ചെയ്തത് കൺസിഡർ ചെയ്യാം. 15 plus 25 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് വരും? 40 എന്ന് വരും. 40 minus 15 into 25 by 100, അതായത് നമുക്ക് എത്രയാ വരിക? 250 and 15 into 5 75 അല്ലേ? 325 എന്ന് വരും. 32.5 എന്ന് വരും. That will be equal to എത്രയായിരിക്കും ടോട്ടലി വരുന്നത്? 8.5% ആണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. Got it? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, what is the single discount equivalent to the successive discount of 15% and 20%? ഇവിടെ സിംഗിൾ ഡിസ്കൗണ്ട് ആണ്. ആക്ച്വലി ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒറിജിനലിനെക്കാളും റേറ്റ് കുറവായിട്ടായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എടുക്കേണ്ടത് 15 plus 20 minus 15 into 20 by 100 ആണ്, which is equal to 15 plus 20 എത്രയാ? That equal to എത്രയാ വരിക? 35. 35 minus 50, 300 by 100 പറയുമ്പോൾ നമുക്ക് ഇത് 2 എന്ന് വരും. 32%. See, ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? 15 into 25 325 വരും. 3.25 എന്നാണ് വരാൻ. ഓക്കെ, 3.25 ഇതിന്ന് ഡിഡക്ട് ചെയ്താൽ നമുക്ക് 0.7 എത്രയാ വരിക? 3 പോയി കഴിഞ്ഞാൽ 36.25 എന്ന് വരും. Got it? 36.75%. ഓക്കെ, കൂടുതലായപ്പോൾ കൺസപ്ഷൻ എത്ര ശതമാനം റെഡ്യൂസ് ചെയ്യണം, എന്നിരുന്നാൽ നമുക്ക് എക്സ്പെൻഡിച്ചർ റിമൈൻസ് ദ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സോ ദാറ്റ് ദ ബിൽ റിമൈൻസ് സെയിം എന്ന് പറഞ്ഞാൽ there will not be any change in the expenditure. ഓക്കെ, സോ ഇപ്പോൾ പ്രൈസിന് ഞാൻ 50% എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻക്രീസ് അല്ലെ? സോ 50% നമുക്ക് 1/2 എഴുതാം. ഓക്കെ, അപ്പോൾ ഓൾഡ് പ്രൈസും അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസും ന്യൂ പ്രൈസും കൺസിഡർ ചെയ്യാം. ഒറിജിനൽ പ്രൈസ് എത്രയായിരിക്കും? 2 യൂണിറ്റ് ആണ്, വിച്ച് ഇസ് ഇൻക്രീസ്ഡ് ടു 1 പറയുമ്പോൾ ഇപ്പോൾ 3 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്
ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഇഫ് പ്രൈസ് ഇൻക്രീസസ് കൺസപ്ഷൻ ഡിക്രീസസ്. ഓക്കെ, ദെൻ consumption equal to expenditure by price or expenditure equal to price into consumption. ഈ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. സി, അപ്പോൾ പ്രൈസ് 2:3 ആണെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞിരുന്നു? എക്സ്പെൻഡിച്ചർ അതായത് കൺസപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ആയിരിക്കും, 3 ആയിരിക്കും. എങ്ങനെയാണ് വരിക? സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ റിമൈൻസ് സെയിം. അപ്പൊ നമുക്ക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിയാം. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻടു കൺസപ്ഷൻ. സി, ഇവിടെ രണ്ടും 6 തന്നെയല്ലേ. അപ്പോൾ കൺസപ്ഷൻ is inversely proportional to എന്തെന്ന് വന്നു? പ്രൈസ് എന്ന് വന്നു. ഇപ്പോൾ എത്ര പെർസെന്റേജ് ആണ് കൺസപ്ഷൻ കുറഞ്ഞിരിക്കുന്നത്? 3 ൽ നിന്നും 2 യൂണിറ്റ് ആയി. അപ്പോൾ 1 യൂണിറ്റ് ആണ് കുറഞ്ഞത്. എത്ര പെർസെന്റേജ് എന്നാണ് ചോദ്യം? ഫ്രം ദ ഒറിജിനൽ വാല്യൂ. സോ 1/3 into 100 which is equal to എത്ര വരിക? 33.33% എന്ന് വന്നു. Got it? See the next one. Cost of the rice rises by 25%. Cost of the rice എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തു 25% which is equal to 1/4 ആണ്. ഓക്കെ, ഒറിജിനലി നേരത്തെ 4 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ന്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് ആയിരിക്കും. ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 10%. സി, ഇവിടെ എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്. എത്ര എക്സ്പെൻഡിച്ചർ തന്നിട്ടുള്ളത്? 10% ആണ്. 10% എന്ന് പറയുമ്പോൾ 1/10 എന്ന് വരും. അപ്പോൾ ഒറിജിനൽ എക്സ്പെൻഡിച്ചർ 10 ആണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എത്രയായിരിക്കും? 11 ആയിരിക്കും വരുന്നത്. Then by what percentage consumption reduce? കൺസപ്ഷന്റെ percentage reduction എത്രയാണെന്നാണ് ചോദ്യം. So consumption will be equal to expenditure by price ആണ്. So 10/4. 10/4 എന്ന് പറഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരിക? 5/2. ഇവിടെ 11/5 എന്ന് വരും. അതായത് 25 ഉം 23 യൂണിറ്റ് എന്നും വരും. Got it? So consumption എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്? 2 യൂണിറ്റ് ആണ് കുറഞ്ഞിരിക്കുന്നത്. From the original consumption എത്രയാ? 25 into 100 which is equal to 8% ആണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. Got it? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The price of a sugar drops by 25%. Drops എന്ന് പറഞ്ഞാൽ decreased ആണ്. Okay, 25% ആയിട്ട് കുറഞ്ഞു. 25% പറയുമ്പോൾ 1/4 ആണ്. Okay, this is the price amount. So original new ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്രൈസ് ഒറിജിനൽ നേരത്തെ 4 യൂണിറ്റ് ആയിരുന്നു. It is decreased ആണ് ശ്രദ്ധിക്കുക. So ഇവിടെ 3 യൂണിറ്റ് എന്ന് വരും. Then a family decided to reduce their monthly sugar expenditure by 40%. സോ പ്രൈസ് കുറഞ്ഞപ്പോ എക്സ്പെൻഡിച്ചറും അവർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, എക്സ്പെൻഡിച്ചർ 40% എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അറിയാം? 2/5 ആണെന്ന് അറിയാം. എക്സ്പെൻഡിച്ചറും റെഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഒറിജിനൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരുന്നത് 5 യൂണിറ്റ് ആണ്, which is reduced to 2 എന്ന് പറയുമ്പോൾ 5 - 2 എത്രയാ? 3 യൂണിറ്റ് എന്ന് വരും. Got it? അപ്പോൾ കൺസപ്ഷൻ എത്രയായിരിക്കും വരിക? എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് ദാറ്റ് ഇസ് 5/4. ഇവിടെ 3/3 എന്ന് വരും. അതായത് 5/4 ഉം 1 ഉം 5:4 എന്നല്ലേ കൺസപ്ഷൻ വരിക. അപ്പോൾ എത്രയായിരിക്കും കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്തത്? ആദ്യം 5 യൂണിറ്റ് ആയിരുന്നു, ഇപ്പോൾ 4 യൂണിറ്റ് ആണ്. സോ 1 യൂണിറ്റ് ആണ് റെഡ്യൂസ് ചെയ്തത് ഫ്രം ദ ഒറിജിനൽ വാല്യൂ. ഒറിജിനൽ വാല്യൂ എത്ര? 5 യൂണിറ്റ് into 100 which is equal to 20%. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പിൽ തന്നെ 3 ഡിഫറെന്റ് പാറ്റേൺസ് നമ്മൾ നോക്കി. സ്ഥിരം എന്നും ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ പാറ്റേൺസ് റിപ്പീറ്റഡ്ലി ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി നോക്കാം. ഓക്കെ, see the next type. Next type based on quantity ആണ്. നമ്മൾ നേരത്തെ പ്രൈസും കൺസപ്ഷനും മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ ക്വാണ്ടിറ്റിയും കൂടി അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, let's see this. Due to the reduction of 25%, a person enables to buy 10 kg more for rupees 1,200. Find the original and reduced price. See, ഇവിടെ due to the reduction of 25% price ഉണ്ടാവും ട്ടോ. Then 10 kg more for rupees 1,200. അപ്പോൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈറ്റീരിയ ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ കൺസപ്ഷൻ കുറയും. എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ പ്രൈസ് ഡിക്രീസ്ഡ് ആയി എന്നാണ് തന്നിരിക്കുന്നത്. റിഡക്ഷൻ പറഞ്ഞാൽ ഡിക്രീസ്ഡ്. ഓക്കെ, സോ 25% ഡിക്രീസ്ഡ് ആയ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/4 എന്ന് വരും. ഓക്കെ, 1/4 ആണ്. സോ ഒറിജിനൽ ആൻഡ് ന്യൂ പ്രൈസ് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒറിജിനൽ പ്രൈസ് 4 യൂണിറ്റ് ആണെങ്കിൽ അത് ഡിക്രീസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് 3 യൂണിറ്റ് എന്ന് വരും. ഓക്കെ, ദെൻ പ്രൈസും കൺസപ്ഷനും നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് അറിയാം. സോ ഇപ്പൊ ഇവിടെ കൺസപ്ഷൻ എന്ന് പറയുന്നത് 3 യൂണിറ്റും അതുപോലെ ഇത് 4 യൂണിറ്റും എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ,
സോ ഈ 1 യൂണിറ്റ് ചേഞ്ച് അല്ലേ 10 കിലോ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ് 10 kg. അപ്പൊ 3 യൂണിറ്റ് എത്രാന്ന് വരും 30 kg, 4 യൂണിറ്റ് എത്രാന്ന് വരും 40 kg. അതായത് 1200 രൂപയിൽ വ്യത്യാസമില്ല. 1200 രൂപയ്ക്ക് അയാൾ 30 കിലോ വാങ്ങി. അതുപോലെ തന്നെ പ്രൈസ് കുറഞ്ഞപ്പോൾ അതേ 1200 രൂപയ്ക്ക് അയാൾ എന്തും വാങ്ങിച്ചു 400 കിലോയും വാങ്ങിച്ചു. എങ്കിൽ എത്രയാണ് ഒറിജിനലും റെഡ്യൂസ്ഡ് പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒറിജിനൽ പ്രൈസ് എത്രയായിരിക്കും 1200 രൂപയ്ക്ക് 30 കിലോ കിട്ടണമെങ്കിൽ പെർ കെ ജി എത്രയായിരിക്കും 40 റുപ്പീസ് ആണ് പെർ കെ ജി വരാം. ഓക്കെ, ഇനി റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും നമുക്ക് വരാം 1200 ഡിവൈഡഡ് ബൈ 40 which is equal to 30 rupees per kg എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. if the price of commodity is decreased, down arrow പറയുമ്പോൾ decreased ആണ്. okay, decreased by 20%. due to this the family uses 30 kg more, so as the expenditure is decreased by 5%. find the original consumption. ഇവിടെയും അതുപോലെ തന്നെ എടുക്കാം. പ്രൈസ് 20% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 20% equal to 1/5. okay, then expenditure എന്ന് പറയുന്നത് decreased by 5%. 5% എന്ന് പറയുമ്പോൾ 5/100 equal to 1/20 എന്ന് കിട്ടും. okay, അപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ഒറിജിനൽ പ്രൈസും ന്യൂ പ്രൈസ് എന്ന് പറയുന്നത്. ഒറിജിനലി ആദ്യം 5 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇത് എത്രയാണ് ഡിക്രീസ്ഡ് അല്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 4 യൂണിറ്റ് വരും. എഗെയിൻ ഇതും ഡിക്രീസ്ഡ് ആണ്. എക്സ്പെൻഡിച്ചർ ആണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ 20 ഇവിടെ 19 വരും. സോ കൺസപ്ഷൻ എന്തായിരിക്കും 20 ഡിവൈഡഡ് ബൈ 5. അതായത് കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ. 20 ഡിവൈഡഡ് ബൈ 5 എത്രയാ 4 എന്ന് വരും. then 90 divided by 4 okay, so ഇത് റേഷ്യോ എടുക്കുകയാണെങ്കിൽ 16 ഉം 19 ഉം വരും. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് due to this the family uses 30 kg more. അപ്പോൾ ഈ അധികം കിട്ടിയത് 3 യൂണിറ്റ് അധികം കിട്ടിയിരിക്കുന്നത്. സോ 3 യൂണിറ്റ് ആണ് 30 kg എന്ന് പറയുന്നത്. then find the original consumption. ഒറിജിനൽ കൺസപ്ഷൻ എത്രയായിരിക്കും 16 യൂണിറ്റ്. 3 യൂണിറ്റ് ആണ് 30 kg എങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10 kg. 16 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 160 kg എന്ന് വരും. Got it? അടുത്ത ടൈപ്പ്, അടുത്ത ഇതേ ടൈപ്പിൽ തന്നെ വേറൊരു ഡിഫറൻസ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, the price of a rice increased by 50%. പ്രൈസ് 50% കൂടുതലായി. ഓക്കെ, so price equal to 50%. due to this a household reduced its consumption by 20 kg but still the expenditure but still end up by spending 25% more than the before. പക്ഷേ പ്രൈസ് കൂടി എന്ന് പറഞ്ഞിട്ട് കൺസംപ്ഷൻ കുറച്ചാലും എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ് നേരത്തെക്കാളും 25% കൂടുതലായി. സോ പ്രൈസ് 50% എന്ന് പറയുമ്പോൾ 1/2 എഴുതാം. ഇത് ഇൻക്രീസ് ആണ്. എക്സ്പെൻഡിച്ചർ 25% മോർ എന്നാണ്. അപ്പൊ 1/4 മോറിന് എഴുതി. ഗോട്ട് ഇറ്റ്? ഇനി ഒറിജിനലും ന്യൂവുമായിട്ട് കൺസിഡർ ചെയ്യുക. പ്രൈസ് 2 ഇനി ഇൻക്രീസ് ആയി എന്ന് പറയുമ്പോൾ ഇവിടെ 3 എന്ന് വരും. then expenditure 4 and 5. Got it? So consumption എന്ന് പറയുന്നത് 4/2, അതായത് expenditure divided by price ആണ് consumption. That will be equal to 2. Then ഇവിടെ 5/3, അതായത് റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് 6 ഉം 5 എന്ന് വരും. So ഈ ഡിഫറൻസ് 1 യൂണിറ്റ് ആണ് 20 kg എന്ന് പറയുന്നത്. What is the original quantity of rice consumed? 20 into 6, that is equal to 120 kg എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന പാറ്റേൺസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ടൈപ്പ് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ മാർക്സ് ആണ്. ഓക്കെ, ഇത് റെലവെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ടൈപ്പ് ആണ്. ഇൻ പെർസെന്റേജ് എന്തും സ്ഥിരമായിട്ട് റെയിൽവേ ആൻഡ് SSC എക്സാംസിന് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. സോ ലെറ്റ്സ് ഡിസ്കസ്. ഓക്കെ, ടു പാസ് ആൻ എക്സാം a candidate must score 45%. A student who get 36% and has failed by 54 marks. Find the total and passing mark. അതായത് see here, ഇവിടെ ഒരു കാൻഡിഡേറ്റ് പാസ് ആവാൻ മസ്റ്റ് സ്കോർ 45% എന്ന് പറയും. അപ്പൊ പാസിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് 45% ആണ്. But that particular student has secured 36%. Okay, 45 വേണമായിട്ട് 36 സെക്യൂർ ചെയ്തു. സോ 9%ന് he failed. ഓക്കെ, അപ്പോൾ ഈ 9% ഫെയിൽ ചെയ്തു. എത്രയാണ് നമ്മുടെ മാർക്ക് എന്ന് തന്നു? 54 ആണെന്ന് തന്നു. സോ 9% ഈക്വൽ ടു 54 ആണെങ്കിൽ 100% ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. സോ 54 9 ആണെങ്കിൽ 100 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു
600 എന്ന് വരും. Got it? അത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈൻഡ് ദ ടോട്ടൽ ആൻഡ് പാസിംഗ് മാർക്സ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് കിട്ടി? നമുക്ക് 600 എന്ന് കിട്ടി. എന്നിട്ട് 600-ലെ 45% ആണ് പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞു. സോ പാസിംഗ് മാർക്ക് വിൽ ബി ഈക്വൽ ടു 45/100 into 600. ഓക്കെ, ഇല്ലെങ്കിൽ 45 into 6 എന്ന് ചെയ്താലും മതി. ഓക്കെ, 6 5 30, 0 3 24 25 26 27 270 മാർക്സ് എന്ന് കിട്ടും. Got it? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In an exam, a student secure 36% and get 198 marks, which is 18 mark more than the minimum required to pass. അപ്പോൾ പാസിംഗ് മാർക്കിനേക്കാളും 18 മാർക്സ് ആണ് കൂടുതലായിട്ട് കിട്ടിയത്. സോ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 198 minus 18 which is equal to 198 മാർക്കാണ്. സോ പാസിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. Student scores 36% mark and get 198 mark, which is 80% more. Passing percentage എത്രയാണ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പാസിംഗ് മാർക്സ് ഇവിടുന്ന് നമുക്ക് 180 ആണെന്ന് അറിയാം അല്ലെ. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ മാർക്ക് സെക്യൂർഡ് ആണെന്ന് പറഞ്ഞു. ഇനി സി, അപ്പോ ഈ 198 എന്ന് പറയുന്നത് ആ സ്റ്റുഡന്റ് സെക്യൂർ ചെയ്ത മാർക്കാണ്. അത് 36% ആണ്. സോ 198 36% ആണെങ്കിൽ 100% എന്ന് ചെയ്താൽ നമുക്ക് ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ ദാറ്റ് സ്റ്റുഡന്റ്, അതായത് ടോട്ടൽ മാർക്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എക്സാമിനേഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. സോ ഇൻറ്റു 5 ചെയ്ത 180 എന്ന് പോകും. എഗെയിൻ 80. സോ 5.5 ഇൻറ്റു പറയുമ്പോൾ 550 ആയിരിക്കും നമുക്ക് ടോട്ടൽ മാർക്ക് എന്ന് വരുന്നത്. പാസിംഗ് മാർക്ക് 180 എന്നും വരും. Got it? ഇനി അടുത്തത്, in an exam P scored 25% more than Q. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സക്സസീവ് പെർസെന്റേജ് ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം ഇത് എപ്പോഴും റിപ്പീറ്റഡ്ലി റെയിൽവേ എക്സാംസിനൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മാർക്സിന്റെ അണ്ടറിൽ ചെയ്തത്. ഓക്കെ, ഇൻ ആൻ എക്സാമിനേഷൻ P scored 25% more than Q. അപ്പോൾ പി എന്ന് പറയുന്നത് ക്യൂനേക്കാൾ കൂടുതൽ സെക്യൂർ ചെയ്തു. ആൻഡ് ക്യൂ സ്കോർ 20% ലെസ് ദാൻ ആർ ആൻഡ് ആർ സ്കോർ 25% മോർ ദാൻ എസ്. ഇത് നമുക്ക് ഫ്രാക്ഷനിലും ചെയ്യാം. അതായത് നമുക്ക് 20 25 25% എല്ലാം നമുക്ക് അറിയുന്നതുകൊണ്ട് ബെറ്റർ ഫ്രാക്ഷൻ വാല്യൂയിൽ ഇട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അതെല്ലാം നമുക്ക് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ 100-ൽ തന്നെ ഇട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ പി ക്യു ആർ എസ് അങ്ങനെ 4 പേഴ്സൺസിന്റെ സ്കോർ ഒബ്റ്റെയിൻ ചെയ്തത് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാം യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഒരാളുടെ മാത്രമേ എക്സാക്ട്ലി നമുക്ക് മാർക്ക് തന്നിട്ടുള്ളൂ. സോ ലെറ്റ് എസിനെ നമുക്ക് 100 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർ സ്കോർ 25 മോർ ദാൻ ദാറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആറിന്റെ വാല്യൂ 125 യൂണിറ്റ് ആയിരിക്കും. then Q secure 20% less than R എന്ന് വെച്ചാൽ 125ന്റെ 20% ലെസ്, അപ്പോൾ 80%. 80% എന്ന് പറയുമ്പോൾ 4/5 4/5 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 5 10 25 100 എന്ന് വരും. Got it? Then P secure 25% more than Q. So ഇത് 125 എന്നും വരും. Got it? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ P secure 625 125 യൂണിറ്റ് ആണ് 625 എങ്കിൽ S ഒബ്റ്റെയിൻ ചെയ്ത മാർക്ക് എത്രയാണ്? 125 into 5 തന്നെയല്ലേ നമുക്ക് യൂണിറ്റ് വരിക, 625 വരിക. സോ എസിന്റെ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ into 5 എത്ര വരും? 500 എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഫ്രാക്ഷൻ രൂപത്തിലും ചെയ്യാം. പക്ഷെ ഫ്രാക്ഷനേക്കാൾ കുറച്ചും കൂടി കൺവീനിയന്റ് നമുക്ക് 100-ൽ തന്നെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. 10% തന്നെ 100 എടുക്കണമെന്നില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൺവീനിയൻസ്. നമുക്ക് ഏതാണോ കാൽക്കുലേഷൻ ഈസി ആയിട്ട് തോന്നുന്നത് ഫ്രം ദ ബിഗിനിങ് എടുക്കാം, അല്ലെങ്കിൽ ഫ്രം ദ എൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഡിസ്കസ് ചെയ്യാം. Based on dry or evaporation. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ്ലി എക്സാംസിന് വന്ന് കണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഓക്കെ, സി ഇവിടെ fresh grapes weighing 1020 kg contains 80% water. ഇവിടെ fresh grapes ഉണ്ട്, dry grapes ഉണ്ട്. Okay, after dyeing the water content reduces to 15%. What is the weight of the dry grapes ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് either നമുക്ക് ഡൈയിങ് എന്ന് പറഞ്ഞാൽ സണ്ണിലിട്ടിട്ട് ഡൈ ചെയ്യാം, അല്ലെങ്കിൽ ഫോർ ഇവോപ്പറേഷൻ കണ്ടന്റ് മെൽറ്റ് ചെയ്ത് പോകാം. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മേ ബി സെന്റൻസിൽ വരുന്ന ഒരു ചേഞ്ച് മാത്രം വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയായിരിക്കും ചെയ്യാമെന്ന് നോക്കാം. വാട്ടർ എന്ന് പറയുന്നത് 80% ആണ്.
സോ പൾപ്പ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും 20% വരും. സോ 4:1 എന്നുള്ള റേഷ്യോ കിട്ടും. ആഫ്റ്റർ ഡൈയിങ് the water reduces to 15% എന്ന് പറഞ്ഞു. അപ്പോൾ പൾപ്പ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ റിമൈനിങ് 85% ആണ്. അപ്പോൾ 5 ൽ പോയാൽ 3:17 എന്നുള്ള റേഷ്യോ വരും. ഓക്കെ, അപ്പോൾ വാട്ടർ ആണ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇവാപറേറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് പോകുന്നത്. പൾപ്പ് റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്. സോ പൾപ്പിനെ ഇതിൽ രണ്ടിനെയും സെയിം ക്വാണ്ടിറ്റി ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 17 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 17 ചെയ്യുമ്പോൾ ഇവിടെ 68 17 കിട്ടും. ഇവിടെ 3:17. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് ഇവിടെ എത്രയാ? 85 എന്നും ഇവിടെ ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രയായിരുന്നു? ഫ്രഷ് ഫ്രൂട്ട് കണ്ടെയ്ൻ, ഓക്കെ, ഫ്രഷ് ഗ്രേപ്സ് വെയിങ് 1020 kg എന്ന് പറഞ്ഞു. അപ്പോൾ 85 യൂണിറ്റ് ആണ് 1020 എങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഡ്രൈ ഗ്രേപ്സ്? 20 എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, 85 ഇതിൽ എത്ര ടൈംസ് പോകും? 2 പോകും. ദെൻ 25 8 240 എന്ന് വരും. 12 ടൈംസ് അതിൽ പോകും. 1 ടൈം പോയാൽ. ഗോട്ട് ഇറ്റ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A watermelon initially contains 88% water. അപ്പോൾ ഇനീഷ്യലി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വാട്ടർമെലൻ ഉണ്ടായിരുന്ന വാട്ടർ കണ്ടന്റ് എത്രയാണ്? 88% ആണ്. സോ പൾപ്പ് കണ്ടന്റ് എന്ന് പറയുന്നത് 12% എന്ന് വരും. ഗോട്ട് ഇറ്റ്? അപ്പോൾ അവരുടെ റേഷ്യോ 4 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 22 3 എന്ന് കിട്ടും. ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? 25. നെക്സ്റ്റ്, ആഫ്റ്റർ ദാറ്റ് after being kept in the sun for few hours the water content reduces to 80%. നേരത്തെ 88 ആയിരുന്നു, ഇപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് 80% ആയി. സോ റിമൈനിങ് പൾപ്പ് എന്ന് പറയുമ്പോൾ 20% ആയിരിക്കും. അപ്പോൾ അതിന്റെ റേഷ്യോ 4:1 എന്നല്ലേ വരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, പൾപ്പ് ആണ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. ഇവിടെ 3 യൂണിറ്റും അവിടെ 1 യൂണിറ്റും. സോ ഇതിന് ഈക്വൽ ആക്കാൻ ഇവിടെ സെക്കൻഡ് വണ്ണിനെ ഇൻറ്റു 3 ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ 12 യൂണിറ്റും 3 യൂണിറ്റും കിട്ടും. ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്? 15 ആണ്. ഇനി അവിടെ എന്താ തന്നിരിക്കുന്നത്? ആഫ്റ്റർ കെപ്റ്റിംഗ് ഇൻ ദ സൺ ദ വാട്ടർമെലൻ ലൂസസ് ദ 12 kg ഓഫ് ഇറ്റ്സ് വെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തന്നിരിക്കുന്ന യൂണിറ്റ് ഡിഫറൻസ് 10 യൂണിറ്റ് ആയിരിക്കും തന്നിരിക്കുന്ന 12 kg എന്ന് പറയുന്നത്. എങ്കിൽ വാട്ട് വാസ് ദ ഒറിജിനൽ വെയിറ്റ്? 25 യൂണിറ്റ്. എത്ര? 25 യൂണിറ്റ് എത്രയായിരിക്കും വരിക? 12/10 into 25 which is equal to 30 kg എന്ന് വരും. ഗോട്ട് ഇറ്റ്? അപ്പോൾ നമുക്ക് ഈ പാർട്ട് കഴിഞ്ഞു. ഇനി റിമൈനിങ് ഡിഫറെന്റ് ടൈപ്സ്, ഇനിയും ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്ലീസ് കൈൻഡ്ലി സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.